സ്ഥാനം കിട്ടിയ താങ്കൾക്ക് എന്താണ് പറയാൻ? വളരെ സന്തോഷം, വളരെ സന്തോഷം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും പേരെടുത്തൊരു പരിപാടിയില് 3ാം സ്ഥാനം കിട്ടുന്നു. ഫുഡ് ഐറ്റം എന്തായിരുന്നു? ചിക്കൻ കൊണ്ടാട്ടം, നാടൻ പത്തിരി. അപ്പൊ ആരോടൊക്കെ എല്ലാവർക്കും ഇത് ഞങ്ങൾ എല്ലാവരുടെയും വിജയമാണ്, ഒരാൾക്ക് മാത്രമല്ല എല്ലാവരും. ഓക്കെ, താങ്ക് യു. രണ്ടുപേരും ഫുഡ് ഫെസ്റ്റിലെ സെക്കൻഡ് പ്രൈസ് കിട്ടിയ 2 പേരാണ്. എന്താണ് പറയാനുള്ളത്? ചിലപ്പോൾ പറഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്നുള്ളത്. പിന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ഡിഷാണ്. ഹലോ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐറ്റം അടിപൊളി ഐറ്റം ഉണ്ടാക്കി നമ്മുടെ ബിസിനസ് അക്കാദമി കിഷേരി സെന്ററിലെ നമ്മൾ മണിമുത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്ന. പേര് പറയണോ? താഹിറ. ഓക്കെ, അപ്പോൾ താഹിറ നമുക്ക് വേണ്ടി അടിപൊളി ഡിഷാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താഹിറയുടെ ഫുഡിൻ്റെ പേരെന്താ? ഞാൻ ചിക്കൻ കിഴി പൊറോട്ടയാണ്. ഓക്കെ, അപ്പം നമ്മുടെ താഹിറ അടിപൊളി ചിക്കൻ കിഴി പൊറോട്ട കൊണ്ട് എല്ലാവരും വയറും അടിപൊളി സെറ്റ് ആയിട്ടിരിക്കാം. നമുക്ക് അടുത്തുള്ളിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ എന്താണോ പേര്? അസ്മ. ഓക്കെ, അപ്പോൾ നമ്മുടെ അസ്മക്കുട്ടി സൂപ്പർ അടിപൊളി ചുണ്ടരി മണിയായിട്ട് ഇരിക്കുന്നുണ്ട്. അടിപൊളി ഡിഷാണ് നമുക്ക് നമ്മുടെ അസ്മക്കുട്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അസ്മക്കുട്ടിയുടെ ഡിഷിൻ്റെ പേരെന്താടോ? പെപ്പർ ചിക്കൻ. അപ്പോൾ നമ്മുടെ അസ്മക്കുട്ടി നല്ല അടിപൊളി പെപ്പർ ചിക്കനെ കൊണ്ടുവന്നിട്ട് കണ്ടോ, നല്ല പൊരിഞ്ഞിരിക്കുന്ന കണ്ട. അപ്പോൾ നമ്മുടെ അസ്മക്കുട്ടിയുടെ പെപ്പർ ചിക്കനും കഴിച്ചിട്ട് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ആരാ? റീന. ഓക്കെ, അപ്പൊ നമ്മുടെ ബിസിനസ് അക്കാദമി കിഷേരിയുടെ നമ്മുടെ റീനക്കുട്ടിയെ നല്ല അടിമനോഹരമായിട്ട് ചിരിച്ചോണ്ടിരിക്കുന്ന റീനക്കുട്ടിയെ നീ എന്ത് വിഷയം കൊണ്ടുവന്നേ? ചിക്കൻ കൊണ്ടാട്ടവും ഫ്രൈഡ് റൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ റീനക്കുട്ടിയുടെ ചിക്കൻ കൊണ്ടാട്ടവും ഫ്രൈഡ് റൈസും കഴിച്ച് എല്ലാവരും വയറും നിറഞ്ഞ അടിപൊളിയായിട്ട് ഇരിക്കുന്ന. നമുക്ക് പോയാലും അടുത്ത ആളിലേക്ക്. നെക്സ്റ്റ് വൺ മാഷിദ. ഓക്കെ, നമ്മുടെ ചുണ്ടരി മണിയായിട്ടുള്ള മാഷിദ നമ്മൾ നോക്കി അടിപൊളിയായിട്ട് ചിരിക്കുന്നുണ്ട്. മാഷിദ അടിപൊളി ഫുഡിന്റെ പേര് പറ. ചിക്കൻ സാൻഡ്വിച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ മാഷിദയുടെ ചിക്കൻ സാൻഡ്വിച്ച് എല്ലാവരും കഴിച്ചിട്ട് കുറച്ച് സമയം ഇരുന്നോളൂ, കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് ഇതാ പോകുന്നു നമ്മുടെ ചുന്ദരി കുട്ടി, നമ്മുടെ കിഷരി, നമ്മുടെ അടിപൊളിയായിട്ട് ചിരിച്ച് എല്ലാവരും ചിരിച്ച് കുപ്പിയിലാക്കുന്ന നമ്മുടെ ആളുടെ പേരെന്താ? വൈഷ്ണവി. ഓക്കെ, നമ്മുടെ വൈഷ്ണവി കുട്ടി നമുക്ക് വേണ്ടി കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കിയാലോ? ചിക്കൻ പുട്ട്. അപ്പൊ നമ്മുടെ വൈഷ്ണവി കുട്ടിയുടെ ചിക്കൻ പുട്ട് കഴിച്ചിട്ട് നമുക്ക് നേരെ പോകാൻ പോകുന്നത് അടുത്ത ചുന്ദരിയിലേക്കാണ്. പേര് പറ. ജാസിറ. ഓക്കെ, അപ്പൊ ജാസിറ എന്തൊക്കെയോ പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ ജാസിറ മൊത്തത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ജാസിറ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ജാസിറയുടെ ഫുഡിന്റെ പേരെന്താ? കണ്ടോ, ജാസിറയുടെ ചിക്കൻ ചട്ടിപ്പത്തിയുടെ വെയിറ്റിനുണ്ട് അവളുടെ തൊപ്പി വരെ പോയി. പിന്നെ അടുത്തായിട്ട് നമ്മൾ പോകുന്നത് വിന്നേഴ്സ് അക്കാദമിയുള്ള ആസ്ഥാന ചിരിക്കാരിയാണ്. അടിയുണ്ടോ ഒരു പച്ചച്ചിരി, അടിപൊളിയായിട്ട് പച്ചച്ചിരി ഇരിക്കുന്ന നമ്മുടെ ഷീനക്കുട്ടിയാണെന്ന് തോന്നുന്നു. അല്ലെ ഷീനക്കുട്ടിയല്ലേ? ഷീനക്കുട്ടി തന്നെയാണ്. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഷീനക്കുട്ടി നമുക്ക് എന്താ കൊണ്ടുവന്നേ? ചിക്കൻ കൊണ്ടാട്ടം, നാടൻ പത്തിരി. ചിക്കൻ കൊണ്ടാട്ടം ചേച്ചി നല്ല ചീടൊക്കെ ഇരിച്ചിട്ട് നമ്മുടെ ക്ഷീണ ചേച്ചിയുടെ പത്തിരിയും ചിക്കൻ കറി കഴിച്ചിട്ട് ഇവിടെ ആരും നിക്കണ്ട. എങ്ങോട്ട് പോവാം? ഒരാള് നമ്മൾ നോക്കി ചിരിക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യാൻ അങ്ങോട്ട് വരികയാണ്. കണ്ടോ? എന്താ ഭംഗി, എന്താ ഉണ്ടാക്കി കൊണ്ടിരിക്കണ, എന്താ ചിരി? ചിക്കൻ പിസ്സ. വെറുതെ അല്ല, ആ ചിക്കൻ പിസ്സയുടെ ചിരിയാണ്, പച്ച ചിരി. ഓക്കെ, ചിക്കൻ പിസ്സ കഴിച്ച് എല്ലാരും വിടല്ലേ. നെക്സ്റ്റ് പോകുന്നു അടുത്ത ചുണ്ടരി കുട്ടിയിലേക്ക് പോവാണ്. ഓക്കെ, കണ്ട അവിടെ ചിരിക്കുന്നുണ്ട്. അവൾ പറയാൻ അവസരം തരാം. പറഞ്ഞോളൂ. പേര് മറന്നു. പേരെന്താണോ? എന്റെ പേര് നുസൈറ. അപ്പൊ നമ്മുടെ നുസൈറ കുട്ടിയുടെ സൂപ്പർ എന്തോ ഒരു സാധനം നമുക്ക് നോക്കിയാലോ? പേര് പറ. ഡിഷിന്റെ പേര് ചിക്കൻ മയോണൈസും ബട്ടൂരയും. വെറുതെ അല്ല, ഒന്നും കൂടെ പഠിക്കാനുണ്ട്. ചിക്കൻ മയോണൈസ് ബട്ടൂര. അപ്പൊ അതുകൊണ്ട് കഴിച്ചിട്ട് ആരും പോവല്ലേട്ടാ. അയ്യടാ, കണ്ട നമ്മുടെ ഇതിന്റെ പറയുന്നത് ആരാന്നറിയോ? ഞങ്ങളെ തള്ളു മിസ്. മിസ് ചോദിക്കാണ് നമ്മുടെ ആസ്ഥാന കുക്കിന്റെ പേരെന്താ? കുക്കിന്റെ പേര് സർഷിബ. ഇതാണ് എന്റെ ലെഗ് പീസ്. ഇതെന്താന്നറിയോ? ഒരു ബ്രോസ്റ്റ് ആയിരുന്നു, ഇപ്പൊ അത് ഇങ്ങനെ ആയിട്ടുണ്ട്. കുട്ടിയുടെ അടിപൊളി ബ്രോസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ പോകുന്നത് നമ്മളെ ബിസിനസ് അക്കാദമി കിഷേരിയിലെ ഒരു സുന്ദരി കുട്ടിയുണ്ട്. കാണാൻ എല്ലാവർക്കും. ഓക്കെ, ഇതാ കണ്ടില്ലേ? അതെ, എവിടെ ചെന്നാലും ചായ കിട്ടിയില്ല എന്നുള്ള പരാതി പറയുന്ന നമ്മുടെ സുന്ദരി കുട്ടിയുടെ പേരാണ് സപ്പസ്. അപ്പൊ നമ്മുടെ സപ്പക്കുട്ടിക്ക് എന്തുണ്ടാക്കി നമുക്ക് നോക്കിയാലോ? ചിക്കൻ കേക്ക്. കണ്ട, സപ്പക്കുട്ടി വെറുതെ അല്ല ചിരിക്കുന്നത്, ചിക്കൻ കേക്കിന്റെ ഒരു ചിരിയാണത്. അപ്പൊ നമ്മുടെ സപ്പക്കുട്ടിയുടെ ചിക്കൻ കേക്ക് കഴിച്ചിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ ചുണ്ടരി അല്ലാതെ നമ്മുടെ ചെരുവാണ്.
ചെറുമ കണ്ട അടിപൊളി ഡാൻസറാണ്, നന്നായിട്ട് പാട്ട് പാടും, അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉള്ള നമ്മുടെ കുൽസു അല്ലാത്ത നമ്മുടെ ചെറുമന്ത നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കിയാലോ നമുക്ക്? ഓക്കെ, നമ്മുടെ ചെറുമന്ത ഉണ്ടാക്കിയേ ചിക്കൻ ഉമ്മക്കുൽസവും ചിക്കൻ മന്തി. അപ്പൊ നമ്മുടെ ചെറിമൂല ഉമ്മുക്കുൽസ് എല്ലാരും കഴിച്ചു. ഉമ്മുക്കുൽസയുടെ വീണെടുക്കാനായിട്ടാ. ഓക്കെ, അപ്പൊ ഉമ്മുക്കുൽസ് കഴിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് പോകാൻ പോണത് ആരാടോ? ഷാഹിന. ഷാഹിന ആകെ വയ്യാണ്ടായിട്ടുണ്ട് കഴിച്ച്. ഷാഹിന കുട്ടി എന്താ കൊണ്ടുവന്നേ? ചിക്കൻ നഗറ്റ്സ്. വെറുതെ അല്ല, ചിക്കൻ നഗറ്റ്സ് കൊണ്ടുവന്നൊരു നെഗളിപ്പാണ് കേട്ടോ. ആർക്ക്? നമ്മുടെ ഷാഹിന കുട്ടി. ചുന്ദരി നമ്മുടെ ചിരി കൊണ്ട് ആരെ കുട്ടിയിലാക്കാം. നമ്മുടെ BTSന്റെ കട്ട ഫാനായിട്ടുള്ള ആരാണ്? അപ്പൂസ് ചിരിക്കുന്നുണ്ടോ നിങ്ങള്? എമ്മ ചിരിയാ കാര്യമായിട്ട് പറയണം. അപ്പൊ അപ്പൂസേ എന്താ കൊണ്ടുവന്നിരിക്കണം? അപ്പൂസേ ചിക്കൻ കൊണ്ടാട്ടം. അപ്പൊ നമ്മുടെ അപ്പൂസിന്റെ ചിക്കൻ കൊണ്ടാട്ടം കഴിച്ചിട്ട് നമ്മള് പോണത് ആരാടോ? നമ്മുടെ നിഹാല കുട്ടി പേടിച്ച് അങ്ങോട്ട് മുകളിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ നമ്മുടെ നിഹാല കുട്ടി സൂപ്പറായിട്ട് എന്താണ് കൊണ്ടുവന്ന നിഹാല കുട്ടി? വെറുതെ അല്ല, ചിക്കൻ കട്ട്ലറ്റ് കൊണ്ടുവന്ന് കഴിച്ച് അവള് ചുമരില് ചാരി ഇരിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി. വേറൊരു ഷെഫ് നമുക്ക് പരിചയപ്പെടാം. പേരെന്താ? അപ്പൊ നമ്മളെ പുതുക്കുട്ടി എന്താ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു നോക്കാം. എന്താടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് ചിക്കൻ ഐറ്റം കഴിച്ച് എല്ലാരും വയറ് സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ആരും ടെൻഷൻ അടിക്കില്ല. നമുക്ക് അടിപൊളി ഒരു ബനാന കേക്ക് കഴിക്കാം. കേക്ക് കഴിച്ചല്ലോ. നമുക്ക് വേറെന്തോ സാധനം നമുക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. പേരെന്താടോ? രമ്യ. അപ്പൊ നമ്മുടെ രമ്യക്കുട്ടി നമ്മുടെ പുതുക്കുട്ടിയുടെ കേക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ രമ്യക്കുട്ടിയുടെ അടിപൊളി ഫുഡിലേക്ക് പോകുന്ന രമ്യക്കുട്ടി എന്താ കൊണ്ടിരിക്കണേ? അപ്പവും മുട്ടക്കറിയും. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാരും കഴിച്ചിട്ട് പോലെ നമ്മുടെ അപ്പവും മുട്ടക്കറിയും കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്. എങ്ങോട്ടാ പോകുന്നേ? ഒരു ചുന്ദരി കുട്ടിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ചിരിക്കണോ? അതാണ് ചിരിച്ചു. പിന്നെ പറ എന്താ കൊണ്ടുവന്നിരിക്കണേ? ഉണ്ണിയപ്പം. അപ്പൊ എല്ലാ ഉണ്ണിക്കുട്ടന്മാരും കൂടെ ഒരുപാട് ഉണ്ണിയപ്പം കഴിച്ച് പോലെ ഇതാ വരുന്നു നമ്മള് ഉണ്ണിയപ്പത്തിന്റെ പുറത്തായിട്ട് ആരോ നിൽക്കുന്നു. നോക്കിയാലോ? ചിരിക്കടോ? ഓക്കെ, അപ്പൊ നമ്മുടെ ചുന്ദരി കുട്ടി പറ എന്താ കൊണ്ടുവന്നിരിക്കണേ? ഓക്കെ, നമ്മുടെ ഉണ്ണിയപ്പം പുളിഞ്ചി ബെസ്റ്റ് കോമ്പിനേഷൻ. അടിപൊളി പുളിഞ്ചി കഴിച്ചതിന്റെ ശേഷം പോകുമ്പോ ലാസ്റ്റ് ഒരു മധുരം കഴിച്ചാലോ? നല്ല ചുന്ദരി കുട്ടിയുടെ അല്പം മധുരം കഴിക്കാൻ നമുക്ക് വേണ്ടി പോകാൻ. പേരെന്താ? അസീന കുട്ടി. എന്തോ ഒരു മധുരമുള്ള സാധനം കൊണ്ടുവന്നിരിക്കുന്ന തോന്നുന്നുണ്ട് ചിരി വേണ്ടിട്ട്. എന്താ അസീന കൊണ്ടുവന്നിരിക്കുന്നത്? യെസ്, കറക്റ്റ്. അപ്പൊ നമ്മുടെ അസീന കുട്ടിയുടെ സേമിയ പായസം നമുക്ക് നിർത്താം. നിങ്ങളൊക്കെ വന്ന് പരിചയപ്പെടാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. സത്യം പറയാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നിങ്ങളുടെ യൂണിഫോമാണ്. പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും ഏത് കളറുള്ള ആളുകൾക്കും നല്ല ഭംഗിയുള്ള ഒരു കളർ അല്ലേ? സൂപ്പറായിട്ട് ഒരു ഭംഗിയുണ്ട് നിങ്ങൾക്ക് കാണാൻ യൂണിഫോമില്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫുഡ് മാർക്കിടാൻ നമ്മൾ ശരിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം എല്ലാം സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ആർക്കിടും ഇടാതിരിക്കും എന്നുള്ള ഒരു അത്രയും അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഇത്രയും സമയമായപ്പോഴേക്കും അല്ലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കഴിയണം. അതൊക്കെ കഴിഞ്ഞ് ഇത്രയും നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയപ്പോൾ അതിൽ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഒരുപാട് സന്തോഷം. ഞാൻ ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാറ് ക്ഷണിച്ചപ്പോൾ തന്നെ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്നുള്ള ആദ്യം പറഞ്ഞത്. സാറിനെ അറിയിക്കാതെയാണ് വന്നത്. സസ്പെൻസ് ആയിക്കോട്ടെ കരുതി. പക്ഷെ ഒരുപാട് സന്തോഷമായി. വന്നതിനൊരു നഷ്ടമില്ല. കാരണം അത്രയും പെർഫെക്റ്റ് ആയിരുന്നു ഓരോരുത്തരുടെയും പ്രസൻറ്റേഷൻ. ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഇത്ര നേരത്തെ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. കാരണം ഓരോരുത്തരെയും എല്ലാവരും അവരുടേതായിട്ടുള്ള കഴിവുകൾ ഇവിടെ പ്രകടിപ്പിച്ചു. ഒരുപാട് കഴിവുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഇത്തരം കോമ്പറ്റീഷൻസ് കൂടെയാണ് അറിയാൻ പറ്റുക. സോ ഈ ഒരു സ്പീച്ച് ആണെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിലുള്ള കണ്ടന്റ് ഒരൊറ്റ സെൻറ്റൻസ് കിട്ടിയാൽ മതിയാണ് നമുക്കൊക്കെ അത് അറിയാൻ. ഞാൻ ഒരുപാടൊന്നും പറയുന്നവരല്ല. ഒരുപാട് 3-4 മണിക്കൂർ പ്രഭാഷണം നടത്തുന്നവർ ഒരു 5 മിനിറ്റ് സംസാരിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളൊക്കെ അവിടെ സംസാരിച്ചില്ലല്ലേ? എല്ലാവർക്കും നമസ്കാരം. പിന്നെ എനിക്ക് വളരെയധികം സന്തോഷം ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത്. ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിൻ്റെ ശേഷം പല ഉദ്ഘാടനങ്ങളും മറ്റു കർമ്മങ്ങളും നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു
ഫുഡിൻ്റെ കാര്യത്തിലായാലും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടികൾ പങ്കെടുക്കാൻ കഴിഞ്ഞത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും 20 പേര് അല്ലേ, 20 പേരും 20 കൈപുണ്യങ്ങളാണ്. എന്താ ചോദിച്ചാൽ ഒരാൾക്ക് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണെങ്കിൽ ആർക്കാ മാർക്ക് ഇടേണ്ടതെന്ന് എല്ലാവർക്കും ഫുൾ മാർക്ക് ഇടണം എന്നാണ് എൻ്റെ മനസ്സിലൊരു ധാരണ. ഇതിലും വളരെയധികം സന്തോഷമുണ്ട്. ഇതൊരു വിജയകരമായി തീരട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ഹലോ, ഒന്നും പറയാൻ വയ്യാണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം 20 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട് എല്ലാവരുടെ. പിന്നെ ഡയറ്റ് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന ആള് എന്തായാലും കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. സൂപ്പറായിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ചെറിയ പുസ്തകം വീണ് കിടക്കുന്നത് ഞങ്ങളായിട്ടുള്ള യുദ്ധത്തിൽ പൊളിപ്പനായിട്ടുണ്ട്. 20 പേരുടെ സൂപ്പർ 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 കണ്ടോ. നമ്മുടെ സാറ് കണ്ടോ, സാറ് ഒന്നും പറയാൻ വയ്യാണ്ടിരിക്കുകയാണ്. സാർ എന്തെങ്കിലും പറയാമെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും നല്ല ഫുഡായിരുന്നു. അതുപോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ സാബിറ മാം, അതുപോലെ റെജിന മിസ്, അതുപോലെ നമ്മുടെ മുർഷിദ മാം. അതിനു മുമ്പ് നമ്മളൊരു ആളെ വെച്ചിരുന്നത് എന്താ പറയുക, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ആതിര മാമിനായിരുന്നു. അപ്പോൾ ആ ചാൻസ് അവർക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ മുർഷിദ മാമിനാണ് ആ ഭാഗ്യം കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാറിനെ ഏൽപ്പിക്കാണ് ബാക്കി കാര്യങ്ങളൊക്കെ. ഹലോ, നമസ്കാരം. ആദ്യമായിട്ട് വലിയൊരു കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 11 മണി സമയമായപ്പോഴേക്ക് ഇത്രയും വിഭവങ്ങൾ ഇവിടെ എത്തിച്ചു. അത് പല ആളുകളും പല സ്ഥലത്തു നിന്നാണ്. ഏകദേശം എൻ്റെ ഒരു അറിവ് വെച്ച് ഇപ്പോൾ എടവണ്ണ, അതുപോലെ നിലമ്പൂർ ഭാഗം, ബാക്കിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ആ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എത്തിച്ചു. പേരറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് കിട്ടിയപ്പോൾ എവിടെ മാർക്കിട്ട് തുടങ്ങും എന്നുള്ളതിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. എങ്കിലും നല്ല ഉഷാറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവരും. അവർക്ക് കാരണം ഈ ഭക്ഷണത്തിൽ മാത്രം നമ്മൾ കുറ്റം പറയാൻ പാടില്ല എന്നാണ്. വേറെ എന്ത് കാര്യത്തിൽ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും ഭക്ഷണത്തിൽ, കാരണം എനിക്ക് കിട്ടുന്ന ടേസ്റ്റ് ആവില്ല മറ്റൊരാൾക്ക് കിട്ടുന്ന ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് എന്തല്ല, ഞാനിടുന്ന മാർക്ക് അതൊരു ഫൈനൽ മാർക്കല്ല. അതല്ലെങ്കിൽ ഇതിലിപ്പോൾ എല്ലാവരും കൂടെയാണ് മാർക്ക് ഇടുന്നത്. ഇത്രയും ആളുകൾ ഒരുമിച്ച് മാർക്ക് ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ ആർക്കാണോ മാർക്ക് കിട്ടിയിട്ടുള്ളത് അയാളെ നമ്മൾ എന്ത് ചെയ്യും, വിന്നേഴ്സിൻ്റെ ഈ വർഷത്തെ ഏറ്റവും മികച്ച ഷെഫായിട്ട് തിരഞ്ഞെടുത്ത് അവർക്ക് ആ പ്രൈസ് മണി നമ്മൾ കൈമാറുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും എന്ത് ചെയ്യുക, നമ്മൾ പ്രൈസ് മണി ഇപ്രാവശ്യം എല്ലാ സെൻറ്ററിലും വെക്കുന്ന പോലെ തന്നെ ഈ ഒരു വർഷത്തിൻ്റെ ഒരു എമൗണ്ട് 2022 രൂപ ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ അതാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ആൾ ആരാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, വൈകാതെ അറിയിക്കാം. ഓക്കെ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മുടെ സാറും ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞ പോലെ അടിപൊളി. പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. സൈലന്റ് ആവാം. 3ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് നമ്പറാണ്, പേരല്ല കേട്ടോ. കാരണം നമ്പറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്പർ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ വേണം. നമ്പർ 3ാം സ്ഥാനത്തിന് അർഹമായിട്ടുള്ളത് നമ്പർ 7. നിങ്ങളെ ക്ലിയർ ഇട്ടോളൂ. അത് നല്ല ലാസ്റ്റ് തിരിഞ്ഞുതരും. അങ്ങോട്ട് ഫോട്ടോ എടുത്തത് അങ്ങോട്ട് ഇരുന്നു. 3ാം സ്ഥാനം കിട്ടിയ താങ്കൾക്ക് എന്താണ് പറയാൻ? വളരെ സന്തോഷം, വളരെ സന്തോഷം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും പേരെടുത്തൊരു പരിപാടിയിൽ 3ാം സ്ഥാനം കിട്ടുന്നു. എന്തായിരുന്നു ഫുഡ് ഐറ്റം? എന്തായിരുന്നു? ചിക്കൻ കൊണ്ടാട്ടം, നാടൻ പത്തിരി. അപ്പോൾ ആരോടൊക്കെ താങ്ക്സ്? എല്ലാവർക്കും. ഇത് ഞങ്ങൾ എല്ലാവരുടെയും വിജയമാണ്, ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കൂടെ. ഓക്കെ, താങ്ക് യു. രണ്ടുപേരും ഫുഡ് ഫെസ്റ്റിലെ സെക്കൻഡ് പ്രൈസ് കിട്ടിയ 2 പേരാണ്. എന്താണ് പറയാനുള്ളത്? ചിലപ്പോൾ പറഞ്ഞു. ശരിക്കും ഒരു പരിപാടി വെക്കുമ്പോൾ അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ളതല്ല നമ്മൾ മുൻഗണനയിൽ എടുക്കേണ്ടത്. അതിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൽ എനിക്കിപ്പോൾ സെക്കൻഡ് പ്രൈസ് കിട്ടിയതിൽ വളരെ സന്തോഷം. ഇതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഓക്കെ. ഒരുപാട് സന്തോഷം. പറഞ്ഞോളൂ. പ്രൈസ് കിട്ടാൻ വേണ്ടിയാണെന്നല്ല ഞാൻ
ഞാനിത് ചെയ്തത്. നമ്മുടെ കൈപ്പുണ്യം എല്ലാവരിലേക്കും എത്തിക്കാന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് നമ്പർ 11 ആണ്. ഇങ്ങോട്ടുന്നോ? ഓക്കെ. അപ്പോൾ നമ്മളെ വിന്നേഴ്സ് അക്കാദമി കിഷേരിയുടെ ഫുഡ് ഫെസ്റ്റ് കഴിഞ്ഞിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് മയങ്ങി കിടക്കുകയാണ്. ആരും മയങ്ങണതിന് മുന്നേ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മൾ വിന്നറിനെ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വിന്നറാണ് ചുന്തിരി, കണ്ടോ തൊപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അടിപൊളി കേക്ക് തന്നെ നമ്മളെല്ലാവരും സർപ്രൈസ് ചെയ്തിരിക്കുന്ന നമ്മുടെ സപ്പക്കുട്ടിയാണ് ഇത്. അപ്പോൾ സപ്പക്കുട്ടിയോട് ചോദിക്കുകയാണ് എന്താണ് ഉണ്ടാക്കിയത്, എന്ത് കഴിച്ചിട്ടാ ഭയങ്കരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സഫയുടെ ഡിഷിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞുതരാൻ പോവാണ്. തുടങ്ങിക്കോളൂ. ഫസ്റ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്നുള്ളത്. പിന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ഡിഷാണ്. കാരണം ഇന്നലെ രാത്രിയാണ് ഞാൻ സാധനം വാങ്ങാൻ തന്നെ പോയത്. പിന്നെ രാവിലെ ജസ്റ്റ് ഉണ്ടാക്കി. ഞാൻ വിചാരിച്ച ഭയങ്കര റിസ്ക് ഉള്ള പണിയാണ്, പക്ഷേ സിമ്പിളായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. പിന്നെ രാവിലെ ലേറ്റ് ആയത് സാരി എടുക്കാനാണ്, അല്ല ഡിഷ് ഉണ്ടാക്കാൻ എനിക്ക് ലേറ്റ് ആയിട്ടില്ല. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കി. ഫസ്റ്റ് കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് ചിക്കൻ കേക്കായിരുന്നു. അപ്പോൾ ഒരു വെസ്റ്റേൺ വിഭവമാണത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഫസ്റ്റ് കിട്ടിയതിൽ. ഭയങ്കര സന്തോഷം.